ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണല്ലേ? എനിക്കും ഇവിടെ സുഖം തന്നെയാണ്, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്, ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ അങ്ങനെ വലിയ വ്യൂസൊന്നും വന്നിട്ടില്ല. കാരണം ഫസ്റ്റ് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ എങ്ങനെ വ്യൂസ് കയറില്ല. അത് കുറച്ച് കഴിയുമ്പോൾ താനേ വ്യൂസ് കയറിക്കോളും. അതിപ്പോൾ ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് അതൊന്ന് കണ്ടു നോക്കുക. അത് കണ്ടാൽ നിങ്ങൾക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഇന്നലെ ഇട്ടത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇന്നും ഇന്നലെയായിട്ട് ഇട്ട വീഡിയോസിൽ കുറച്ച് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന ഏത് കാര്യത്തിനും അത്ര പെർഫെക്ഷൻ വരണമെന്നില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നതായാലും കുറച്ച് കുറവുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടാകും. നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ പറയുന്ന കാര്യം, നമ്മുടെ നാട്ടിൽ കുറേ ഹോം ബേക്കേഴ്സ് ഉണ്ടാവും. എല്ലാവരും ഇപ്പോൾ അധികവും ഹോം ബേക്കേഴ്സിനോടാണ് കേക്ക് ഓർഡർ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ബേക്കറിയിൽ എടുക്കുന്നതിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം ഹോം ബേക്കേഴ്സിനോട് വാങ്ങാനായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ നല്ല ക്വാളിറ്റി ഉണ്ടാകും, നല്ല ഹൈജീനിക്കും ആയിരിക്കും. പിന്നെ എല്ലാ ബേക്കേഴ്സും അല്ല കേട്ടോ, നല്ല നല്ല ബേക്കേഴ്സും ഉണ്ട് നല്ല ഹൈജീനിക്കിലാണ് ചെയ്യുന്നത്. നല്ല ബേക്കേഴ്സും ഹൈജീനിക്കലും ചെയ്യുന്നുണ്ട്, നല്ല കേക്ക്സും ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഏകദേശം ഇപ്പോൾ ഹോം ബേക്കേഴ്സിനോട് തന്നെയാണ്, അവിടെ അടുത്തുള്ള ഏരിയക്കാരെല്ലാം അടുത്തുള്ള ഹോം ബേക്കേഴ്സിനോട് ആയിരിക്കും അധികവും ഓർഡർ ചെയ്യുന്നത്. പിന്നെ അവർ വിചാരിച്ച പോലെ തന്നെ അവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും കേക്കൊക്കെ. അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഹോം ബേക്കേഴ്സിനോട് കേക്ക് ഓർഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ലൊരു മേഖലയാണ്. നമ്മളൊരു കേക്ക് പഠിച്ചിട്ട് ഒരു ഹോം ബേക്കേഴ്സ് ആയെങ്കിൽ നമുക്കും നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് പിന്നെ കുറേ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, യൂട്യൂബ് നോക്കി പഠിക്കാം. അങ്ങനെ പലതരം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് പഠിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇങ്ങനെ സമയം കളയുന്നതിന് പകരം അങ്ങനെ പഠിച്ചിട്ട് നമുക്കിപ്പോൾ ഒരു കേക്ക് ചെയ്യണമെങ്കിൽ അതിനായിട്ട് എന്ത് വേണം? നമുക്ക് ബേക്കിംഗ് ടൂൾസ് വേണം അല്ലേ? ബേക്കിംഗ് ടൂൾസ് ഇല്ലാണ്ട് നമുക്ക് കേക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് തുറന്നു നോക്കി അങ്ങനെ നമുക്ക് കാണാൻ പറ്റും, ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാതെ നമുക്ക് കേക്ക് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ പെർഫെക്ഷനായിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പെർഫെക്ഷനായിട്ട് നമുക്ക് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ടൂൾസ് കൂടിയേ തീരും. നമുക്ക് ബേക്കിംഗ് ടൂൾസ് എങ്ങനെയും വേണം. അപ്പോൾ നമുക്ക് ബേക്കിംഗ് ടൂൾസ് നമ്മളെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല. ചിലവർക്കെല്ലാം വാങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകാം, ചിലവർക്കൊക്കെ വാങ്ങാൻ പറ്റാത്തവരുണ്ടാകും അല്ലേ? അവർക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അവർക്ക് ഇപ്പോൾ ചിലവർക്കൊക്കെ കേക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും, പക്ഷേ ബേക്കിംഗ് ടൂൾസ് ഇല്ലാതെ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഓർത്തിട്ടിരിക്കുന്നവരുണ്ടാകാം. അത് മനസ്സിൽ ആഗ്രഹം വെച്ചിട്ട് ബേക്കിംഗ് ടൂൾസ് വാങ്ങാൻ കയ്യിൽ ക്യാഷ് ഇല്ലാതെ ഇങ്ങനെ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടിരിക്കുന്നവരും ഉണ്ടാകാം. അവർക്കൊക്കെയും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം അങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അത്രയും നമുക്കൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഒരു കേക്ക് ചെയ്യണം, എന്തിനോടായിട്ടായിരുന്നു ഇരുന്നാലും നമുക്കൊരു പാഷൻ എന്തെങ്കിലും കൊണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കേക്ക് ഉണ്ടാക്കണം എന്നൊരു പാഷൻ ഉണ്ടെങ്കിൽ, കുക്കിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമുണ്ടാകും. ഇത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വീട്ടിലെ സാധനം ഇങ്ങനെ ഉപയോഗിച്ചിട്ട് നമ്മൾ കേക്ക് ആക്കും, ചെയ്ത് നോക്കും സക്സസ് ആണെന്ന് നോക്കിയിട്ട്. അപ്പോൾ അവർക്കും നമുക്ക് ബേക്കിംഗ് ടൂൾസ് ഉണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമായിരിക്കും. അങ്ങനെ നമുക്ക് ഈ ഒരു കിറ്റ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് ടൂൾസിൻ്റെ ഒരു കിറ്റായിട്ട് ഞാൻ ഒരു കിറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ എന്താ ചെയ്യുക, ഈ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, കണ്ട ശേഷം സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേണ്ട നല്ലൊരു കമൻറ്റ് അതിലിട്ടിട്ട് ഇടുക. നിങ്ങൾക്ക് എന്താണോ കമൻറ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയുക. അപ്പോൾ അതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ട് നറുക്കെടുത്തിട്ട് ആ ഒരു ബേക്കിംഗ് കിറ്റ് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അയക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ക്യാഷ് ഫോൺ പേ വഴിയോ ഗൂഗിൾ പേ വഴിയോ അങ്ങനെ അയച്ചു കൊടുക്കും. ഇത് നിങ്ങൾക്ക് ഈ ബേക്കിംഗ് ടൂൾസ് ഇല്ലാതെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്കും ചിലപ്പോൾ ഭാഗ്യം പോലെ ആയിരിക്കും. നിങ്ങളൊരു ജസ്റ്റ് ഒരു കമൻറ്റ്, ഒരു വീഡിയോ, നമ്മൾ ഇത്ര വീഡിയോ ഇങ്ങനെ കണ്ട്
വെറുതെ സമയം കളഞ്ഞ് ഇതൊരു നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും. ഇതൊരു വീഡിയോസ് കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ഇടുക. അപ്പോൾ അതിൽ നിന്നും ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് വിന്നേഴ്സിനെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടൈം പറയുന്നത് 2 ദിവസം മാത്രമാണ്. കാരണം 2 ദിവസം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നത് തന്നെ ഇങ്ങനെ ഓരോരോ പ്രൊഡക്റ്റ് ഞാൻ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ് മനസ്സിൽ, ഓരോരോ ദിവസമായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഡേറ്റ് വെച്ചില്ലെങ്കിൽ അത് പിന്നെ കുറേ ആണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ഡേറ്റ് വെക്കുന്നത്. 15 വരെ ആകുമ്പോഴേക്കും 1000 സബ്സ്ക്രൈബ് ആയാൽ ഞാൻ നറുക്കെടുക്കും. ഇല്ലെങ്കിൽ 15 ഇപ്പോൾ 15 ആയിട്ടും ചിലപ്പോൾ സബ്സ്ക്രൈബ് ആയില്ല, 1000 സബ്സ്ക്രൈബ് 1K സബ്സ്ക്രൈബ് ആയില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞു കേട്ടോ. അത് പിന്നെ ഇത് നറുക്കെടുക്കാൻ പറ്റില്ല. 1000 സബ്സ്ക്രൈബ് ആയെങ്കിലേ നറുക്കെടുക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ വിഷമിക്കണ്ട. പിന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്നതും ഇതേപോലെ തന്നെ ഓരോരോ കിറ്റ് സൗജന്യമായിട്ട് കൊടുക്കുന്നത് അങ്ങനെ വീഡിയോ ആയിട്ട് തന്നെ വരും ഞാൻ. അപ്പോൾ നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. കമൻ്റ് ഇട്ട ആൾക്കാർക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെയും ഞാൻ ഇതുപോലെ തന്നെ ആയിരിക്കും വീഡിയോസ് ഇടുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ജസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, നല്ലൊരു കമൻറ്റ് നിങ്ങൾ എഴുതുക. 15 ഡേറ്റിനാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത്. 1000 സബ്സ്ക്രൈബ് ആയാൽ പിന്നെ കമൻറ്റ് ചെയ്ത ആളുടെ നെയിം ലിസ്റ്റ് എഴുതിയിട്ട് അതിൽ നിന്നും നറുക്കെടുത്തിട്ട് ഒരാളെ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. അവർക്ക് ഈ കിറ്റായിട്ടോ ഇല്ലെങ്കിൽ ക്യാഷായിട്ടോ അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.